നമസ്കാരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില 105 രൂപയായിരുന്നു. ഇന്ന് അത് 108 രൂപയാണ്. ഗ്യാസ് സിലിണ്ടറിന്റെ വില മാസങ്ങൾക്ക് മുമ്പ് 860 രൂപയായിരുന്നു. ഇന്ന് അത് 920 രൂപയാണ്. മാത്രമല്ല ഡീസലിന്റെ വില 94 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1 ലിറ്ററിന് 97 രൂപയായി മാറിയിരിക്കുന്നു. പാലിന് മുമ്പ് വില കുറവായിരുന്നു. ഇപ്പോൾ പല ബ്രാൻഡുകൾക്കും 2 മുതൽ 3 രൂപ വരെ ലിറ്ററിന് പാലിന്റെ വില കൂടിയിരിക്കുകയാണ്. 1 ഗ്രാം 24 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില 13,500 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 16,000 രൂപയോളം ആയിരിക്കുന്നു. മുമ്പ് നിങ്ങളുടെ ഗ്രോസറി ബില്ല് 10,000 രൂപയായിരുന്നു ഒരു മാസം. ഇപ്പോൾ ഇനി തൊട്ടുള്ള സാഹചര്യത്തിൽ അത് 12,000 രൂപ വരെ പോകാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യം, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന സംഘർഷത്തിന്റെ കാരണത്താൽ അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ എഫക്ട് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരിലാണ്. നിങ്ങളുടെ പെട്രോൾ ബിൽ, LPG സിലിണ്ടർ ബിൽ, പാല്, ഗ്രോസറി, സ്വർണ്ണാഭരണങ്ങൾ, ഫ്ലൈറ്റ് ടിക്കറ്റ്, എന്തിന് ഭവന വായ്പ പോലും ഇനി തൊട്ട് എക്സ്പെൻസീവ് ആവാൻ പോവുകയാണ്. നിങ്ങളുടെ ശമ്പളം സെയിം തന്നെയായിരിക്കും, പക്ഷേ ആ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുടെ അളവ് ഇനി തൊട്ട് കുറയാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ യുദ്ധം എങ്ങനെയാണ് സാധാരണക്കാരന്റെ പോക്കറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബോസോല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാശ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെട്രോളിന്റെ വില ഇന്ന് ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് മെയ് 15-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണ്. ഇന്ന് പെട്രോളിന്റെ വില 3 രൂപയോളം കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില വളരെയധികം കൂടുന്നു. എന്താണെന്ന് വെച്ചാൽ ഹോർമോസ് കടലിടുക്കിലൂടെ നമുക്ക് പെട്രോൾ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്രോളിന്റെ ഡിമാൻഡ് നമുക്കറിയാം, എത്രത്തോളം ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നമാണ് പെട്രോൾ, ഡീസൽ എന്ന് നമുക്കറിയാം. പക്ഷേ ഡിമാൻഡിന് കണക്കാട്ടി സപ്ലൈ ഇല്ലാത്ത ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? അതിന്റെ വില കൂടുക തന്നെ ചെയ്യും. സോ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് വില കൂടുന്നു. തൽഫലമായി നമ്മുടെ നാട്ടിലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നു. അത് സാധാരണക്കാരനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. സോ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? പെട്രോളിനും ഡീസലിനും വില കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഡെയിലി ഉള്ള യാത്ര കൂടുതൽ എക്സ്പെൻസീവ് ആവും, അല്ലെ? അത് മാത്രമല്ല, കുട്ടികളൊക്കെ സ്കൂൾ ബസ്സിൽ പറഞ്ഞേക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ സ്കൂളിൽ അവരുടെ വാഹനങ്ങളിൽ കൊണ്ടുവിടുന്ന ആൾക്കാരുണ്ടാവാം. ഇതിന്റെയൊക്കെ എക്സ്പെൻസ് കൂടും. സ്കൂൾ ബസ്സിന്റെ ഫെയറും അത്തരത്തിലുള്ള ധാരാളം ബസ് ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ധാരാളമായിട്ടുള്ള രീതിയിൽ ഇതിനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഇത്. സോ ഒരു മാസം നമ്മൾ 60 ലിറ്റർ പെട്രോൾ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ. 60 ലിറ്റർ പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ 3 രൂപയാണ് കൂടിയിരിക്കുന്നത് പെട്രോളിന്. സോ 1,800 രൂപ ഒരു മാസം നമ്മൾ പെട്രോളിനായിട്ട് മാത്രം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡീസലിന്റെ വില കൂടുതലാണ്. സോ ഡീസലിന്റെ വില കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? സാധാരണ ഈ ചരക്ക് വാഹനങ്ങൾ, ലോറികൾ, അതായത് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റു സംസ്ഥാനത്തേക്ക് പഴവും പച്ചക്കറിയും അവശ്യവസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഡീസലാണ്, അല്ലെ? അപ്പോൾ ഈ ഡീസലിന്റെ വില കൂടുന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നതിന്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള പഴങ്ങളുടെയും പച്ചക്കറിയുടെയും അരിയുടെയും എല്ലാത്തിന്റെയും വില കൂടുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നു. മാത്രമല്ല, പഴങ്ങളും പച്ചക്കറിയും മാത്രമല്ല, ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലും ഇതിന്റെ ഒരു എഫക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് LPG സിലിണ്ടറിന്റെ വില കൂടുതലാണ്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന LPGയുടെ വലിയൊരു ശതമാനവും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് LPG സിലിണ്ടറിന്റെ വില ഓൾറെഡി കൂടിയതായിട്ട് നമ്മൾ കണ്ടു. 60 രൂപയാണ് LPG സിലിണ്ടറിന് കൂടിയിരിക്കുന്നത്. സോ 60 രൂപ ഒരു മാസം LPG സിലിണ്ടറിന് കൂടുന്ന സമയത്ത് ഒരു വർഷം ഏകദേശം 720 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് LPG സിലിണ്ടറിനായിട്ട്. എല്ലാ വീടുകളും എല്ലാ കുടുംബങ്ങളും ഈ ഒരു എഫക്ട് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എല്ലാ കുടുംബങ്ങളും ഉടൻ തന്നെ ഫീൽ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം. LPG മാത്രമല്ല, CNGയുടെയും PNGയുടെയും വിലയും കൂടാൻ പോവുകയാണ്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എന്താണ്? ഓട്ടോ ചാർജ് കൂടാൻ സാധ്യതയുണ്ട്, ടാക്സി ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ ഫുഡും പച്ചക്കറികളൊക്കെ ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഈ ഡെലിവറി ചാർജ് കൂടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ പൈപ്പ് വഴിയുള്ള ഗ്യാസ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും ഇത് എഫക്ട് ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിന്റെ യാഥാർത്ഥ്യം. നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും ഫുഡ് ഡെലിവറിയും കൂടുതൽ എക്സ്പെൻസീവ് ആകാൻ പോകുന്നു. പാലിന്റെ വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. എന്തുകൊണ്ടാണ് പാലിന്റെ വിലയിൽ മാറ്റം വരാൻ സാധ്യതയുള്ളത്? എന്താണെന്ന് വെച്ചാൽ, പാല് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ അത് ഈ ഒരു ഉൽപ്പന്നത്തെയും ബാധിക്കുന്നു എന്നതാണ്. മാത്രമല്ല, ഇതിന്റെ പാക്കേജിംഗ് കോസ്റ്റും കൂടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫീഡും കൂടുതൽ എക്സ്പെൻസീവ് ആവാൻ, അതായത് കാലിത്തീറ്റയും കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ വിലയൊക്കെ കൂടാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാസം 30 ലിറ്റർ പാലാണ് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ പാലിന് 2 രൂപ വെച്ച് കൂടുന്നു എന്നിരിക്കട്ടെ, 60 രൂപ എക്സ്ട്രാ നമ്മൾ പാലിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഗ്രോസറിയുടെയും FMCGയുടെയും വിലയും കൂടാനുള്ള സാധ്യത മുമ്പിൽ കാണുന്നു. അതായത് സോപ്പ്, ഷാംപൂ, ബിസ്ക്കറ്റുകൾ, കുക്കിംഗ് ഓയിൽ,
ടൂത്ത് പേസ്റ്റ്, ഡിറ്റർജന്റ്, ഇങ്ങനെയുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ വളരെ മൈന്യൂട്ടാണ് എന്ന് വിചാരിക്കുന്ന ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില ഇനി അങ്ങോട്ട് കൂടാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10,000 രൂപ ഒരു മാസം ഗ്രോസറിക്ക് ചിലവാക്കുന്ന ഒരു കുടുംബത്തിന് ഇനി 10,500, 11, 12, 13,000 രൂപ ഗ്രോസറിക്കായിട്ട് ചിലവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഇതിന്റെ ഒരു വസ്തുത. കാരണം എക്കണോമിക് വിദഗ്ധന്മാർ പ്രൊഡിക്റ്റ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. മാത്രമല്ല പച്ചക്കറികൾക്കും ഭക്ഷണത്തിനുമുള്ള വില കൂടാനുള്ള സാധ്യതയും ഇനി വളരെ കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതിന്റെ ചെലവ് ഇനി അങ്ങോട്ട് കൂടാൻ വളരെ വളരെ സാധ്യതയുണ്ട്. കാരണം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഡീസൽ പ്രൈസ് കൂടി. സോ ഈ പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് ഡീസലിനും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനും മാത്രമല്ല ട്രാൻസ്പോർട്ടേഷനൊക്കെ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അവർക്ക് ഒരു കർഷകൻ അവരുടെ വിളവെടുപ്പ് നടത്തി ആ ഒരു എടുത്ത വിള കൊണ്ട് കൊടുക്കണമല്ലോ, മാർക്കറ്റിലേക്ക് കൊണ്ട് പോകണമെങ്കിൽ, വണ്ടിയിലേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ട് കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, ഒരു പിക്കപ്പ് വണ്ടിയോ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഈ ഒരു പിക്കപ്പുകാരന് കൊടുക്കുന്ന പൈസ ഇനി അങ്ങോട്ട് കൂടും. ഇതാണ് എഫക്ട്, നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഇത് എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതായത് കർഷകരിൽ നിന്ന് തുടങ്ങി പിക്കപ്പുകാരനിലേക്ക് പോയി എക്സ്ട്രാ അവിടെ കാശ് കൊടുത്ത് പിക്കപ്പുകാരൻ എക്സ്ട്രാ കൂടിയ വിലയ്ക്ക് ഡീസൽ അടിച്ച് അത് നമ്മളിലേക്ക് എത്തിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്താണ്, ഈ ഒരു എക്സ്ട്രാ എമൗണ്ട് ഇവർ ഇത്രയും ആൾക്കാർ ചിലവാക്കിയ എക്സ്ട്രാ എമൗണ്ടിന്റെ ഒക്കെ ഒരു തൽഫലമായിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും കസ്റ്റമറിലേക്ക് എത്തുന്നത്. ഇങ്ങനെയാണ് നമ്മളെ ഇത് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ന് തന്നെ പറയാം എഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ളി, തക്കാളി, അരി, ഗോതമ്പ് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെയൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ വില കൂടാനുള്ള സാധ്യത മുമ്പിൽ കണ്ടേക്കാം. സ്വർണ്ണവിലയിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ടെൻഷൻ ഉണ്ടാകുന്ന, പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റർമാരെല്ലാം കൂടുതൽ സ്വർണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, ഈ സ്വർണ്ണാഭരണങ്ങളുടെ വില, അതായത് വിവാഹാവശ്യത്തിനും മറ്റും ഒരു സാധാരണക്കാരൻ ഒരു ജ്വല്ലറിയിൽ സ്വർണം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ സ്വർണത്തിന്റെ വില മുമ്പോട്ട് പോകും, കുതിച്ചു മുകളിലേക്ക് ഉയരും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് 1 ഗ്രാം സ്വർണത്തിന് 2,500 രൂപ വെച്ച് കൂടുകയാണെങ്കിൽ ഒരു 10 ഗ്രാം സ്വർണം വാങ്ങുന്ന സമയത്ത് 25,000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. സ്വർണം മാത്രമല്ല, വിമാന ടിക്കറ്റിന്റെ കാര്യത്തിലും ഇനി തീരുമാനമാകാൻ പോവുകയാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ അഫോർഡബിലിറ്റി ഇനി തൊട്ട് കുറയാൻ പോവുകയാണ്. ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വിമാന ഇന്ധനത്തിന്റെ വിലയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എയർലൈൻസിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ എയർലൈനിന്റെ ടിക്കറ്റ് പ്രൈസ് കൂട്ടാൻ അവരെ പ്രേരിപ്പിക്കും. സോ ഇതിന്റെ ഫലമായിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടുതൽ എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ്, വെക്കേഷൻ, യാത്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെലവുള്ളതാവാൻ പോകുന്നു. മാത്രമല്ല എമർജൻസി ട്രാവൽ, അത്യാവശ്യമായിട്ട് ഇന്ന് ബാംഗ്ലൂരിൽ നിന്നും നാളെ ഡൽഹിയിൽ എത്തിയേ പറ്റൂ എന്നുള്ള അവസ്ഥ വരുന്ന സമയത്തുള്ള അത്തരത്തിൽ പെട്ടെന്ന് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പെൻസ് കൂടാൻ പോവുകയാണ്. ഓൾറെഡി അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്യുമ്പോൾ കൂടി തന്നെ ആയിരിക്കും പ്രൈസ് ഉണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടാനുള്ള സാധ്യത വളരെയധികമാണ്. മാത്രമല്ല പ്രവാസികൾക്കും ഇതൊരു ഇരുട്ടടി തന്നെയാണ്. പ്രവാസികൾക്ക് ഗൾഫിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരാൻ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്ന സമയത്ത് അഫോർഡബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇനി അത്ര അങ്ങോട്ട് എളുപ്പമായിരിക്കില്ല. മാത്രമല്ല ക്യാബ്, ഓട്ടോ, ബസ് ചാർജ് ഇതൊക്കെ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി വരുന്ന ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ കുറേ സംഘർഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം. ബസ് ചാർജ് വർധന നടത്തിയില്ലെങ്കിൽ ബസ്സുകാരുടെ സമരം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇനി നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ കൺസ്ട്രക്ഷൻ മേഖലയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമന്റ്, കല്ല്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന കമ്പികൾ, ഇതിന്റെയൊക്കെ വില കൂടാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇനി സ്വാഭാവികമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എമൗണ്ട് അതിനായിട്ട് ചെലവഴിക്കേണ്ട അവസ്ഥയുണ്ട്. ഇത് മാത്രമല്ല ഹോം ലോണിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ RBI അവരുടെ റെപ്പോ റേറ്റ് വീണ്ടും കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. RBI ഓൾറെഡി റെപ്പോ റേറ്റ് കുറച്ച് ഹോം ലോൺ കൂടുതൽ അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരന് ഭവന വായ്പ ലഭിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി RBI അവരുടെ റെപ്പോ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ RBI അവരുടെ റെപ്പോ റേറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. ഞാനൊന്നും കൺഫേം ആയിട്ട് പറയുന്നതല്ല, ഇതൊക്കെ നമ്മൾ ഫോർസി ചെയ്യുന്ന ഒന്നാണ്. ഇതാണ് ഇനി വരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരും എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഇതൊരു പാനിക് ആക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളോട് പറഞ്ഞു വരുന്നത്. സോ ഈ റെപ്പോ റേറ്റ് വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്, EMI പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കും. നമ്മൾ കൂടുതൽ EMI കൊടുക്കേണ്ടി വരും. കുറെ കാലത്തേക്ക് ടെന്യൂർ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ ബാധിക്കാനുള്ള അവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൈസ് ഹൈക്കിൽ നിന്നും, അതായത് വിലക്കയറ്റത്തിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്നത്?
ചില ടിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, അൺനെസസറി ആയിട്ടുള്ള ഫ്യൂൽ യൂസേജ് ഒഴിവാക്കുക. ചുമ്മാ വണ്ടിയെടുത്ത് കറങ്ങി ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് വാഹനം ഉപയോഗിച്ച് പോവാതിരിക്കുക. പരമാവധി കാൽനട തന്നെ ശീലമാക്കുക. ചെറിയ ദൂരമാണെങ്കിൽ കാൽനടയിൽ തന്നെ പോവുക. കാരണം ഫ്യൂൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. കൃത്യമായിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട്, ഒരു 6 മാസത്തെയോ 1 വർഷത്തെയോ ശമ്പളം നിങ്ങളുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടാവണം. മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള ലക്ഷറി എക്സ്പെൻസസ് കുറക്കുക. നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് എല്ലാം പ്രൈസ് കമ്പയർ ചെയ്തുകൊണ്ട് കുറഞ്ഞ വില നോക്കി വാങ്ങുക. എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യമായിട്ട് മാത്രമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ സേവിങ്സ് ഡിസിപ്ലിൻ കൂടുതൽ വർദ്ധിപ്പിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മാത്രം നമുക്കൊരു വിലക്കയറ്റത്തിന്റെ എഫക്റ്റിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളോ ആകുലതകളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.